വരും, ഉറപ്പാണ്. എന്നാൽ കേരളക്കരയിൽ ജീവിച്ച് വർണ്ണപ്പെട്ട സമസ്ത ദക്ഷിണ EKAP എല്ലാ യുവ അംഗീകരിക്കുന്ന വടുതല താഴ്വ കുഞ്ഞു മുഹമ്മദ്, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. താഴ്വ മുഹമ്മദ് കുഞ്ഞു മൗലി പാടിയിട്ടുണ്ട്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത്. അതല്ലേ? അതന്നെ പറഞ്ഞത് ഞാൻ. റബീഉൽ അവ്വൽ മാസമാണ്. ഇപ്പൊ മുഖാമുഖം എത്ര ആയിപ്പോയാലും റബീഉൽ അവ്വൽ അതന്നെ ഞങ്ങൾ നടത്തിയത്. അവിടെ ഒക്കെ ഇത് പറയുന്ന കാര്യം അത്. അതുകൊണ്ടാണ് ഞാനത് അങ്ങോട്ട് പറഞ്ഞത്. ഇത് അവിടെ വന്നാൽ ഉടനെ അങ്ങനെ പറയും. അപ്പൊ താഴ്വ മുഹമ്മദ് കുഞ്ഞുമോലി മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മുജാഹിദുകളങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ ഉറക്കത്തിൽ വിളിച്ചു നോക്കി, അപ്പോൾ പോലെ പറയും മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 അപസ്മാരം പിടിച്ച ആൾക്കാരെ പോലെ ചൊല്ലി പഠിപ്പിച്ചതാണ് നേതാക്കള്. എന്താ അത് കാരണം? ഇത് ആളുകളെ പറ്റിക്കാൻ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ല എന്നും പറഞ്ഞിട്ട് സഹോദരന്മാരെ തെറ്റിദ്ധരിക്കരുത്. അതെന്താ? തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്, അത് ബിദ്അത്താണ്, അത് പാടില്ല എന്നല്ല മൂപ്പര് പറയുന്നത്. ആ വരിയുടെ തൊട്ടു മുകളിലും താഴെയും നോക്കിയാൽ കാണാ, അതുപോലെ അമലുൽ മൗലിദും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ, അതുകൊണ്ട് ആ കൊല്ലം മുസീബത്തൊക്കെയും നീങ്ങുന്നതാണെന്നാണ് ഇബ്നുൽ ജൗസിയും. തഴവ അങ്ങനെ പറയുന്നത്. അമലുൽ മൗലിദ് എന്ന മൗലിദ് കഴിക്കുക, മൗലിദ് അതുപോലെ അമലുൽ മൗലിദും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ. അമലുൽ മൗലിദ്, മൗലിദ് കഴിക്കലും അതിനാള് കൂടലും ഒക്കെ സുന്നത്താണ്. അതുകൊണ്ട് ആ കൊല്ലം മുസീബത്തൊക്കെയും നീങ്ങുന്നതാണെന്നാണ് ഇബ്നുൽ ജൗസിയും. ഹാഫിള് ഇബ്നുൽ ജൗസി മഹാൻ അവറുകൾ രേഖപ്പെടുത്തുന്നു, റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് ഓതിയാൽ ഫഹുവ അമാനുൽ ലിഹാദൽ ആം, ആ ഓതുന്ന വർഷത്തിൽ അത് സുരക്ഷയാണ്, മുസീബത്തുകൾ നീങ്ങാൻ വേണ്ട ഫലപ്രദമായ ഒരു ആത്മീയ ചികിത്സയാകുന്നു. നോക്കുങ്ങൾ അത് താഴ്വ പറഞ്ഞു. പിന്നെ താഴ്വ പിന്നെയും പറഞ്ഞു, ഇവര് ചെല്ലുന്ന വരിയുടെ ശേഷം പിന്നെയും പറഞ്ഞു, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും കാക്കുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബായിവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ. ഇതുപോലെ തന്നെ സുയൂത്തി തൻ്റെ വസായിലിൽ പറയുന്നതാ, നീ നോക്ക് ശർഹു ശമായിലിൽ. എന്താ പറയുന്നത്? മൗലിദ് കഴിച്ചാൽ വീട്ടിലൊക്കെ മൗലിദ് കഴിക്കണം, അത് വലിയ ഗുണമുണ്ട്. അതുപോലെ നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. എന്തൊക്കെ മുസീബത്തുകൾ? എല്ലാം നീങ്ങും. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ദാരിദ്ര്യ നിർമാർജനത്തിനുള്ള ഒരു ആത്മീയ ചികിത്സയാണിത്. ഹർക്കും വബായിവയൊക്കെയും കാക്കുന്നതാ. ഹർക്ക് വബാന തീപിടുത്തം, പ്ലേഗ് രോഗം പോലത്തതൊക്കെ കാക്കപ്പെടും. കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ. താഴെ പറയാ, വഹാബി ശല്യം പാടെ മുരടിക്കുന്നതാ, മൗദൂദിയും ആ നാട് വിട്ടോടുന്നതാ എന്ന് പറഞ്ഞ കവിയെ ഞാൻ ഓർത്തു പോവുകയാണ്. അതായത് മൗലിദ് ഓതിയാൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതുപോലെ തന്നെ സുയൂത്തി തൻ്റെ വസായിലിൽ പറയുന്നതാ, നീ നോക്ക് ശർഹു ശമായിലിൽ. അൽ വസായിൽ ഫി ശർഹി ശമായിൽ എന്ന ഗ്രന്ഥത്തിൽ ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാ താഴെ പറയണത്. ഓതണ്ടാന്നല്ല, ഓതണമെന്ന. അപ്പൊ പിന്നെ നിങ്ങൾ ഇനി ചോദിച്ചാൽ ഞാൻ തന്നെ പറഞ്ഞോളാം, അതല്ല നിങ്ങൾ ചോദിച്ചാൽ ഉദ്ദേശിച്ച് നിങ്ങൾ ഉദ്ദേശിച്ചത് അതാ. അപ്പോ വിദേഹത്ത് എന്ന് പറഞ്ഞില്ല, നോണേനെ പോകരം തീർത്താണ്. പിന്നെന്താ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അതിന്റെ അർത്ഥം എന്താ? അല്ല, വിദേഹത്തൊന്നും. അതുകൊണ്ട് വിദേഹത്തൊന്നും ആവൂല, ഒക്കെ വെറുതെ പറയാം. അതിരിക്കട്ടെ.
അപ്പൊ അത് എന്ത് അതിനെ കുറിച്ചാണ് പറഞ്ഞത്? അത് അതിന്റെ തൊട്ടു താഴെ തന്നെ താഴെ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്നറിയോ? മൗലിദ് കഴിക്കുന്ന ഒരു രാജകീയ പ്രൗഢിയോടെ മൗലിദ് കഴിച്ചിരുന്ന ഒരു രാജാവുണ്ട്. മുളഫർ രാജാവ് എന്ന അദ്ദേഹത്തിന്റെ പേര്. വലിയ രാജാവായിരുന്നു അദ്ദേഹം. നല്ല ഇർബൽ ഭരിച്ചൊരു രാജാവാണ്. അതാ മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവരാണ് വന്ദർമിഷ്ടനാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വലെന്താഘോഷമാ. തഴവ പറയാണ്, റബീഉൽ അവ്വൽ മാസായ മുളഫർ രാജാവിന് ഭയങ്കര സന്തോഷം മൗലിദ് കഴിക്കാൻ. അയാള് സാധാരണ രാജാക്കന്മാരെ പോലെയല്ല. കാന ആലിമൻ സാഹിദൻ തഖിയൻ നഖിയൻ വരിഅൻ. പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പണ്ഡിതനാണ്, മുത്തഖിയാണ്, സൂക്ഷ്മജാനിയാണ്, പ്രപഞ്ചത്യാഗിയാണ്, ജീവിതത്തിൽ വളരെ നിഷ്ഠ പാലിക്കുന്ന നല്ല ഒരു വിവരമുള്ള രാജാവാണ്. അയാൾ മൗലിദാഘോഷം നടത്തും. എങ്ങനെ? രാജകീയ പ്രൗഢിയോടെ നടത്തും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ആ മൗലിദാഘോഷം? അതും താഴെ തന്നെ പറയുന്നുണ്ട്. മൗലിദ് കഴിക്കും അല്ല, ഷെയ്ഖ് ബിനു ദിഹിയ മൗലിദ് ഒന്ന് രചിക്കലായി, രാജാവിനതു കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി പൊന്നായിരം നൽകുന്നതാ എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതാ. മുളഫർ രാജാവിന്റെ മൗലിദ് സദസ്സിൽ ഓതാനുള്ള മൗലിദ് കിതാബ് ഉണ്ടാക്കിയ ആള് ഹാഫിദ് ഷെയ്ഖ് ഇബ്നു ദിഹിയൻ. മഹാനവറുകൾ മൗലിദ് ഉണ്ടാക്കിയിട്ട് ആ മൗലിദ് കണ്ടപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷം. അപ്പൊ അതിന് കൈമടക്ക് കൊടുത്തത് എത്ര? സമ്മാനമായി പൊന്നായിരം നൽകുന്നതാ. 1000 സ്വർണ്ണ നാണയാണ് കൈമടക്ക് കൊടുക്കേണ്ടത്. മൗലിദിന്റെ സംഖ്യ കൂട്ടണം എന്നപ്പോ പറഞ്ഞത്, മനസ്സിലായിട്ട്. അങ്ങനെ ഉള്ള മൗലിദാഘോഷ. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിഭവങ്ങൾ എന്താ? അതും പറയുന്നു. മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. രാജാവിന്റെ മൗലിദാഘോഷ പരിപാടിയാ. മൗലിദ് കഴിക്കുന്നെന്ന് ആട് 5000. 5000 ആടിനിറക്കുന്ന മൗലിദ. പൊരിക്കുന്നതാണ് കോഴിയും 10,000. 10,000 കോഴിയെ 5000 ആടിനെ അറുത്തിട്ടുള്ള ഒരു ചെറിയ മൗലിദ് പരിപാടിയാണ് മുളഫർ രാജാവിന്റെ പരിപാടി. കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. 1,30,000 പാത്രങ്ങളിൽ മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ. എന്താ അത് മൗലിദ്? നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. എത്രയാണപ്പോൾ അവിടുത്തെ സദസ്സ്? എത്രയാണ് ആ മൗലിദിന്റെ ഒരു സംഗതി? 5000 ആട് 10,000 കോഴി എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് മുജാഹിദുകളൊക്കെ തൊള്ളിയിൽ വരെ വള്ളം ഊറിയിട്ടുണ്ടാവും. സംഗതി ഇത് പറഞ്ഞ പെട്ടും ചെയ്തു, പാണ്ടാന്ന് പെട്ടും ചെയ്തു, മൗലിദ് കഴിക്കാൻ പറ്റൂലെന്ന് പറയും ചെയ്തു. പത്തും പതുങ്ങി കൊണ്ടതാവഹാബികൾ, എത്തുന്നതാണ് തിന്നുവാനാ കോഴികൾ, ശാപ്പാട് വയറ് നിറക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവയൊക്കെയും തട്ടുന്നതാ എന്ന കവി എൻ്റെ മനസ്സിൽ എന്നെ കിളിർത്ത് വരികയാണ്, മുന്നോട്ട് വരികയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ മുജാഹിദ് പറയുന്നതാണ്. മുജാഹിദിന്റെ സൽസബിയിൽ ഉമർ മൗലവിയോട് ചോദ്യം, അല്ല നേർച്ചച്ചോറ് തിന്നാൻ പറ്റുമോ എന്ന്. അപ്പൊ മൂപ്പര മറുപടി എന്താ? തിന്നടന്ന് പൂതിൻ്റെ. അപ്പൊ അതിന് കൊടുത്ത് ചോദിക്കുക. അപ്പൊ അതിന് മൂപ്പര ഫത്വ, അതിന് പറ്റിയൊരു ഫത്വ. എന്താ ഫത്വ? ശാപ്പാട് വയറ് നിറക്കുവാനുതകുന്നതാ. അതായത് തീറ്റ 2 കോലുണ്ട്. ഒന്ന് വയറ് നിറക്കുക എന്ന ലക്ഷ്യത്തിലുണ്ട്. പിന്നെ നമ്മളൊക്കെ മറ്റെന്ത് നിറക്കുക തിന്നരുത്. അപ്പൊ എന്താ ഒരു തിന്നണം, അതിനുള്ളൊരു ഞാൻ ഉണ്ടാക്കുക. ശാപ്പാട് വയറ് നിറക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവയൊക്കെയും തട്ടുന്നതാ. അത് വയറ് നിറക്കുക എന്ന ലക്ഷ്യത്തിലാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ സഹോദരന്മാരെ, അങ്ങനെ 5000 ആട്, 10,000 കോഴി, 1,30,000 പാത്രങ്ങളിൽ ഹലുവ,
ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. ആ മൗലിദിൽ ഒട്ടേറെ ഉലമാക്കൾ സംഗമിക്കുന്നു, സൂഫിയാക്കൾ വരുന്നു, എല്ലാവരും ആ മൗലിദിൽ ഗംഭീരമായി അണിനിരക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്ന ബഹുമാനപ്പെട്ട മുളഫർ രാജാവിന് 3 ലക്ഷം സ്വർണ്ണ നാണയാണ്, 3 ലക്ഷം സ്വർണ്ണ നാണയാണ് ഒരു വർഷത്തെ മൗലിദ് കഴിക്കാൻ. രാജകീയ പ്രൗഢിയോടെ നടത്തുന്ന മൗലിദാഘോഷാണ് അത് ഹിജറ 300-ന് ശേഷം വന്നതാ. അത് 300-ന് ശേഷമാണ് വന്നത്. അതെന്തേ? മൂപ്പരതിൻ്റെ ശേഷം ജീവിച്ചത്, പിന്നെ ഇങ്ങനെ അതിൻ്റെ മുമ്പ് വരിക. അതാണ് സംഗതി. അപ്പൊ ഇതുകൊണ്ട് മൗലിദാഘോഷം വിദ്യാർത്ഥാണെന്നോ തെറ്റാണെന്നോ പറഞ്ഞിട്ടില്ല. 3 നൂറ്റാണ്ടിന്റെ മുമ്പ് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. ഇമാമുകൾ, ഞാൻ നിർത്തുകയാണ്, സമയമായി 12 മണി കഴിഞ്ഞു. ഞാൻ അപ്പോഴാണ് വാച്ച് നോക്കണത്. ഇതിങ്ങനെ ചോദ്യം ഇങ്ങനെ വരിക, നമ്മളിങ്ങനെ മറുപടി പറയാ, നിങ്ങളിങ്ങനെ നീച്ചു പോകണില്ല, പോയോലെന്നെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അതും ഞാൻ ചിന്തിക്കുന്നുണ്ട്, സാസന്ന ആൾ പോവാണെങ്കിൽ വേഗം നിർത്തായിരുന്നു വരും, പോയിട്ട് അങ്ങോട്ട് പോകും, പിന്നെ മൂത്രിച്ചിട്ടോ എന്തോ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ടേ വരുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാൻ നിർത്തുകയാണ്, ആരും വിഷമിക്കുന്നില്ല. സഹോദരന്മാരെ, 3 നൂറ്റാണ്ടിന്റെ ശേഷം ഉണ്ടായതാന്നാ പറഞ്ഞത്. 3 നൂറ്റാണ്ടിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മുജാഹിദുകൾ തന്നെ സുന്നികളെ എതിർക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന കിതാബിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഇതിൽ കാണാം, ഖാലൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഹസൻ ബസ്രി പറയുന്നു, ഹിജറ 110-ൽ വഫാത്തായ ആളാ. 400 സ്വഹാബികളെ നേരിൽ കണ്ടവരാ. എത്ര? 400 സ്വഹാബികളെ നേരിൽ കണ്ട് ദീന് പഠിച്ച ഹസനുൽ ബസ്രി താബിഈകളുടെ നേതാവാണ്. മഹാൻ പറയുന്നു, വദിത്തു ലൗ കാന ലി മിസ്ലു ജബലി ഉഹ്ദിൻ, എനിക്ക് ഉഹദ് പർവ്വതം സമാനമായി എനിക്ക് സ്വർണ്ണമുണ്ടായിരുന്നെങ്കിൽ ദഹബൻ ലഅൻഫഖതുഹു അലാ ഖിറാഅത്തി മൗലിദിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതാൻ വേണ്ടി ഞാൻ അത് ചെലവഴിക്കുമായിരുന്നു. ഹിജറ 110-ൽ വഫാത്തായ ഇമാം ഹസനുൽ ബസ്രിയാണ് ഇത് പറയുന്നത്. ഹിജറ 300-ന് ശേഷമല്ല, 300-ന്റെ ഉള്ളിലുള്ള മഹാനാണ്. ഇനി നോക്കൂ നിങ്ങൾ, ജുനൈദുൽ ബഗ്ദാദി, മൻ ഹളറ മൗലിദർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിൽ ആരെങ്കിലും പങ്കെടുത്താൽ വഅല്ലമ ഖദ്റഹു, റസൂലുള്ളാഹി തങ്ങളുടെ സ്ഥാനത്തെ മഹത്വവൽക്കരിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ ബിൽ ഈമാൻ, അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചിരിക്കുന്നു. ഹിജറ 220-ൽ ജനിച്ചവരാ, 300-ന് ശേഷമല്ല. ഒരുപാട് ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്, 100 കണക്കിന് ഇമാമികൾ. അത് വേറെയും പറയാനുണ്ട്, സമയമില്ലാത്തത് കൊണ്ടും ചോദ്യം വരാത്തത് കൊണ്ടും ഇപ്പം അതിലേക്ക് കടക്കുന്നില്ല. അപ്പം ഇത് പഴയ കാലത്തൊക്കെ നടന്നതാണ്. ഇനി അതിനുണ്ട് ഷബാബ്, അതുകൂടി അല്ല, ഷബാബ് അല്ല, അൽമന പൂർത്തി നടന്നിട്ട് അതായത് ഈ മുജാഹിദുകളെ അൽ ഇസ്ലാഹിമ അല്ലാത്ത അൽ ഇർഷാദ് മാസിക, അൽ മുർഷിദ് മാസിക, അതുകൂടി പറഞ്ഞാൽ അതാണ് വിഷയം സമ്പൂർണ്ണമാവും. ഇപ്പൊ മുജാഹിദുകൾ ഇതിനെ എതിർക്കുക മൗലിദാഘോഷത്തെ. പഴയ കാലത്ത് അവർ പറഞ്ഞതെന്താ? അൽ ഇർഷാദ് മാസിക EK മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ളതാ, അറബി മലയാളത്തിലുള്ളതാ, ആർക്കും വന്ന് നോക്കാം. റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. EK മൗലവി എന്ന് പറഞ്ഞ സ്ഥാപക നേതാവാണ് എന്ന് അവരുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾ പറയാ, ലോകത്തെല്ലായിടത്തും മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മുസ്ലിങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല. മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ ആഘോഷമുണ്ട്. അപ്പൊ മുസ്ലിങ്ങളുള്ള അടയാളാണ് എന്ത്? അവിടെ മൗലിദാഘോഷം ഉണ്ടാകുക. അപ്പൊ ഏതെങ്കിലും മുജാഹിദ് നാട്ടിൽ മൗലിദാഘോഷം ഇല്ലേ, അതിന്റെ അർത്ഥം എന്താ? അവിടെ മുസ്ലിങ്ങളില്ല എന്നാണ്. അവിടെ പിന്നെ ആരാ ഉള്ളത്? അവിടെ മുജാഹിദേ ഉള്ളൂ, മുസ്ലിമുകളില്ല. ധാരാ പറഞ്ഞത് EK മൗലവി പറയാം. ഇനി അൽ മുർഷിദ് മാസിക നോക്കൂ നിങ്ങൾ. ഉത്തമ ഗുരു ഈ KM മൗലവിയുടെ നേതൃത്വത്തിൽ EK മൗലവിയുടെയും KM രണ്ട് നേതാക്കളുടെ നേതൃത്വത്തിലുള്ള പത്രമാണ് ഉത്തമ ഗുരു. ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. റസൂൽ ജനിച്ച മാസം റബീഉൽ അവ്വലാണ്, റമളാൻ അല്ല. കണ്ടോ, ഇതിന് പറഞ്ഞു റമളാനല്ല, റബീഉൽ അവ്വൽ തന്നെ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. മുസ്ലിം ലോകം ഒന്നാകെ കൊണ്ടാടുകയാണ്. എന്നിട്ട് പറയാ, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. ഈ അനുയായികൾ പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുകയാണ്. ഏത്? നബിദിനം, അനിസ്ലാമികം, കരിദിനം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുക. അവരോട് പറയാ നേതാവ്, ചങ്ങാതി അങ്ങനല്ല വേണ്ടത്. പിന്നെന്താ? ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. നിങ്ങളൊക്കെ മൗലിദാഘോഷത്തിന് തുടങ്ങിക്കോളി. ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്.
തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നി പിടിപ്പിക്കുന്നു. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണ്, എല്ലാവരും നടത്തണം. എന്നിട്ട് പറയും, നോക്കൂ, മൗലിദിന്റെ മജ്ലിസ്, ഈ കാര്യങ്ങൾ സാധിക്കുന്ന സദസ്സ് ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. റസൂലുള്ളാഹിന്റെ മൗലിദുണ്ടല്ലോ, ആ ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി അതവഖദു യാ റബ്ബി സ്വല്ലി അലൻ നബി. ഇങ്ങനെ ചൊല്ലുന്ന മൗലിദിന്റെ മജ്ലിസ് അത് പുണ്യ സദസ്സാണ്. അത് ബിദ്അത്തല്ല, നരകത്തിലേക്കല്ല, വലാലത്തല്ല, അത് പുണ്യ സദസ്സാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. മൗലിദിന്റെ മജ്ലിസിൽ സംബന്ധിക്കാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടൂല, തൗഫീഖ് ഉള്ളവർക്കേ ഭാഗ്യം കിട്ടുള്ളൂ, അവരെ ഭാഗ്യവാന്മാരുള്ളൂ. അപ്പൊ അതിൽ സംബന്ധിക്കാത്ത മുജാഹിദുകളെ, നിങ്ങൾ മഹാ നിർഭാഗ്യവാന്മാരാകുന്നു. ഞാൻ പറയല്ല, KM മൗലവി പറയുന്നു, ഒന്നാമത്തെ പ്രസിഡന്റ് പറയുന്നു, ഒന്നാമത്തെ നേതാവ് പറയുന്നു. അന്നൊക്കെ അവർക്ക് സുന്നത്ത്, വാജിബ്, പുണ്യകർമ്മം. പിന്നെ എന്നാണ് മുജാഹിദ് ആഫീസിലേക്ക് ജിബിരിയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞത് ഇത് നരകത്തേക്ക് പോകണമെന്നാണ്, ഇത് ബിദ്അത്താണ്, ആ പുതിയ ആയത്തൊന്ന് കിട്ടണം നമുക്ക്. അത് ഇറങ്ങിയതേ ജിബിരിയിലാവൂല, അത് മറ്റേ വലിയ മൂപ്പരുണ്ടല്ലോ, മൂപ്പർ ഇറങ്ങിയതേക്കാരം. അതാണ് ഇബ്ലീസുൽ ലഈൻ. അവരല്ലാതെ ഈ ജാതി ഈ വിടുവായുത്വം പറയില്ല. സഹോദരങ്ങളെ, ലോകത്ത് എല്ലാവരും നടത്തിയ പുണ്യകർമ്മമാണ്, മുസ്ലിം ലോകം ആചരിച്ചതാണ്. ലോകത്ത് നടക്കുന്ന മൗലിദാഘോഷത്തിന്റെ ഒരു ചെറിയ ചിത്രം ഒന്ന് വെച്ചു കൊടുത്താൽ നിർത്തുകയാണ്, സമയം വൈകി. ലോകതലങ്ങളിൽ എല്ലായിടത്തും മൗലിദ് നടക്കുന്നുണ്ട് എന്ന് ആ 25 രാഷ്ട്രങ്ങളുടെ, അമേരിക്ക, ബ്രിട്ടൻ, സൈപ്രസ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും. അത് മാത്രമേ മറ്റൊക്കെ പാടാൻ പറയാൻ സമയമില്ല. കഴിഞ്ഞ റമളാൻ നിങ്ങൾക്കറിയോ, റബീഉൽ അവ്വലിൽ അല്ല, ഈ റബീഉൽ അവ്വൽ 12-നും കഴിഞ്ഞ റബീഉൽ അവ്വൽ 12-നൊക്കെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് മദീനയിൽ വെച്ച് നടന്ന മൗലിദ് ആഘോഷത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്ത്. യാനബി ചൊല്ലിയിട്ടുള്ള മൗലിദ്, അതൊക്കെ ഇതിലുണ്ട്, പറയാനും കാണിക്കാനും. ഗവൺമെന്റ് അല്ല നടത്തില്ല, മനുഷ്യന്മാർ നടത്തണതാ. പിന്നെ ഗവൺമെന്റ് അങ്ങനെ നടത്തുക, മനുഷ്യന്മാരെല്ലാം പങ്കെടുത്ത. പിന്നെ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12-ന് നടന്ന മീലാദ്, റസൂലുള്ളാഹിന്റെ ചാരത്ത് നടന്ന ഒറ്റ വാക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചത് ആയിരങ്ങളല്ല, ലക്ഷങ്ങളാണ്. വേണ്ട അതെന്നെ കാണിച്ചേട്ടെ, നിങ്ങൾ പങ്കെടുത്തുക്കണ. അല്ലാഹു അക്ബർ. അതാ യാനബി ചൊല്ലാണ്. അപ്പോൾ പോലീസ് അവരെ പിന്നെ ഇതാണ് നിയന്ത്രിക്കുക. അതാണ് ആ ബഹളം കേൾക്കുന്നത്, പോലീസിൻ്റെ ബഹളം ഒച്ചയാണ് കേൾക്കുന്ന ബഹളം. കഴിഞ്ഞ വെച്ചെടുത്താൽ കഴിഞ്ഞ വർഷം നടന്ന് റസൂലുള്ളാഹിന്റെ ഖുബ്ബത്തുൽ ഖദറാണ്. റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ മേലുള്ള ഖുബ്ബത്ത് പച്ചക്കുബ്ബയാണ് കാണുന്നത്. ലക്ഷങ്ങളാണ് അവിടെ സംബന്ധിച്ചുള്ളത്. കഴിഞ്ഞ 12 അതൊക്കെ ജനങ്ങളാണ്, ആ കാണുന്നതൊക്കെ ജനങ്ങളാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് ലോകത്തെല്ലായിടത്തും ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ല എന്ന് കരുതുന്നു. നേരെ നമ്മളെ നിർത്തുക. 12:35 ആയി. ഒരു വിഷയം, ആരോടും ഒരു പൊല്ലാപ്പും പ്രശ്നവും ഇല്ലാതെ ആരെയും ശിർക്കാക്കാനും മുശ്രിക്കാക്കാൻ നിൽക്കാത്ത ഒരു പ്രസ്ഥാനമാണ് തബ്ലീഗ് പ്രസ്ഥാനം. ഒരുപാട് പേരെ നിസ്കരിപ്പിച്ച് പള്ളിയിലേക്ക് അടുപ്പിച്ച പ്രസ്ഥാനമാണ്. ഒരുപാട് പേരെ നിസ്കരിപ്പിക്കാൻ പള്ളിയിലേക്ക് കൊണ്ടുവന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ലോകത്തെ ഏറ്റവും വലിയ ബിദ്അഈ പ്രസ്ഥാനമാണ്. വഹാബിസത്തെക്കാളും വലിയ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം എന്ന് അവരുടെ തന്നെ 500 ചില്ലാ പേജുള്ള ഈ ഗ്രന്ഥത്തിൽ 100 കണക്കിന് തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. വഹാബി ആശയത്തെക്കാളും കടുത്ത ആശയമാണ് തബ്ലീഗ് പ്രസ്ഥാനം.
നമ്മളാരും അതിൽ പെട്ടുപോകരുത്. തലീകെട്ടിൻ്റെ നീളം എത്രയാണ്, അതിൻ്റെ വാലിൻ്റെ നീളം ചന്തിൻ്റെ താഴെ വരെയാണോ ചന്തി വരെയാണോ എന്നുള്ളതല്ല നമ്മളെ തർക്കം. വിശ്വാസം എന്താണെന്നാണ് നോക്കേണ്ടത്. തുണി എത്ര കയറ്റിയെടുത്തിട്ട് മുട്ടിൻ്റെ മേലെയാണോ മുട്ടിൻ്റെ താഴെയാണോ ഇതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. വിശ്വാസം എന്താണെന്നുള്ളതാണ്. അത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം ഇസ്ലാമല്ല, ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത കേവലം രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇസ്ലാമിൻ്റെ പേരിൽ രാഷ്ട്രീയം ഉണ്ടാക്കാൻ വന്ന പ്രസ്ഥാനമാണ്. വോട്ട് ചെയ്യൽ ശിർക്കാണ്, കുഫറാണ് എന്ന് പറഞ്ഞിരുന്ന കക്ഷികളാണ് അവർ. വോട്ട് ചെയ്തവൻ കാഫറായി പ്രഖ്യാപിച്ച് ഗവൺമെൻറ് ഉദ്യോഗം സ്വീകരിക്കുന്നത് ശിർക്കാണെന്നും ഹറാമാണെന്നും പറഞ്ഞ് മുസ്ലിമീങ്ങളെ പിന്നാക്കം വലിച്ചിട്ടുള്ള ചരിത്രപരമായ കാരണങ്ങളാൽ മുസ്ലിങ്ങൾ പിന്നാക്കം നിന്നു എന്ന് നമ്മൾ പറയും. അതിൽ മുഖ്യ ഘടകം ജമാഅത്തെ ഇസ്ലാമിക്കാണുള്ളത്. അവർ മുസ്ലിമീങ്ങൾ ഇത് ശിർക്കാണ് ഹറാമാന്ന് പറഞ്ഞ് പിന്നോട്ട് വലിച്ചു. അങ്ങനെ ഇപ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമി തന്നെ ആ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോളിഡാരിറ്റി എന്ന പേരിലും വെൽഫെയർ പാർട്ടി എന്ന പേരിലൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശിർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളാരും അതിൽ വഞ്ചിതരാകരുതേ എന്ന് ഒറ്റ വാക്കിൽ അഭ്യർത്ഥിച്ച് അള്ളാഹു നമ്മുടെ ഈ സംരംഭം കബൂലാക്കട്ടെ. സമയം 12:30 മണിയും കഴിഞ്ഞു. അള്ളാഹു നമ്മുടെ താഹുസ്താദ്മാർക്കല്ലേ വേറെ തങ്ങന്മാരാതിനുള്ളത് ഞങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ റഹ്മാനെ. 4.5 മണിക്കൂറോളമായി ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട് അല്ലാഹ് ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ്. ഇവിടെ സംബന്ധിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സംഭാവന നൽകിയവർ, ഇത് സംഘടിപ്പിച്ച സംഘാടകർ എല്ലാവർക്കും നീ ഹൈറും ബറക്കത്തും ഐശ്വര്യവും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. നാഫിയായ ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഞങ്ങളെയും ഇവിടെ സംബന്ധിച്ചവരെയും ഖിയാമത്ത് നാൾ വരെയുള്ള ഞങ്ങളുടെ സന്താന ശിഷ്യ പരമ്പരകളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്.